നമ്മളിപ്പോൾ അങ്കമാലിയിലാണ്. അങ്കമാലി എന്തിനാണ് ഫേമസ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ പെപ്പയും അപ്പാനി ശരത്തൊക്കെ മത്സരിച്ച് അഭിനയിച്ച മാർക്കറ്റ് ക്രിസ്മസിലേക്ക് കടക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ അറിയാം. എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് അങ്കമാലി മാർക്കറ്റ്. ഇവിടുത്തെ പന്നിയിറച്ചിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ തന്നെ അറിയാൻ പറ്റും. അങ്കമാലി പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പോൾ തൃശ്ശൂർ മുതൽ ചാലക്കുടി മുതൽ ആലുവ മുതൽ പന്നിയിറച്ചി വാങ്ങാൻ വരുന്നത് അങ്കമാലിയിലാണ്. ഇവിടുത്തെ മീൻ മാർക്കറ്റ്, ഫിഷ്, പച്ചക്കറി എല്ലാം നല്ല പ്രത്യേകതകളുണ്ട്. നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണ്. ഈ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു മാർക്കറ്റാണ് അങ്കമാലി. ക്രിസ്മസിൻ്റെ തലേ ദിവസം രാവിലെ മുതൽ ഏതാണ്ട് വൈകിട്ട് 10 മണി വരെ കച്ചവടം ഉണ്ടാവും. ക്രിസ്മസിൻ്റെ അന്നും ഏതാണ്ട് രാവിലെ തുടങ്ങിയാൽ ഏതാണ്ട് ഉച്ച വരെ കച്ചവടം ഉണ്ടാവും. പെരുമ്പാവൂരിനെയും അല്ലെങ്കിൽ ആലുവയും ചാലക്കുടിയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന സ്ഥലം അങ്കമാലിയാണ്. അങ്കമാലി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അങ്കമാലി മാർക്കറ്റ് തന്നെയല്ല, അങ്കമാലിയുടെ വിവിധ ഭാഗങ്ങളിൽ 1 ഡസനോളം സ്ഥലത്ത് ഈ പന്നി മാംസ വിൽപ്പനയുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അടിച്ചു പൊളിക്കും, ഒരു സംശയം വേണ്ട. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ അതുപോലെ തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല. അതെ, രാഷ്ട്രീയക്കാർ പലതും പറയും. സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പെൻഷനില്ല, അതില്ല, ഇതില്ല, അങ്ങനെ വിഷയമേ ഈ മാർക്കറ്റിലേക്ക് ഉദിക്കുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്മസിന് ഈസ്റ്ററിന്. അതാണ് എൻ്റെ പ്രത്യേകത. ക്രിസ്മസിന് നമുക്ക് നല്ലൊരു കച്ചവടമൊക്കെ ഉണ്ടാവും. ക്രിസ്മസിനാണ് കൂടുതലും കച്ചവടങ്ങൾ നടക്കുന്നത്. പിന്നെ ഈസ്റ്റർ വരുമ്പോൾ അതിനും കച്ചവടങ്ങളുണ്ടാവും. കച്ചവടമുണ്ട്. സിനിമ കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ കച്ചവടം കൂടിയിട്ടുള്ളൂ. അയ്യോ, അല്ലാതെ നല്ല കച്ചവടമായിരിക്കും. ക്രിസ്മസ് സദ്യ പിന്നെ ഇവിടെ കച്ചവടം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും.